റെഡിയായി കഴിഞ്ഞ് ദേ ബാഗും കൂടി ഇട്ടപ്പോഴത്തേക്ക് മൊത്തത്തിലൊരു ബ്ലാക്ക് മയം. എല്ലാം ബ്ലാക്ക് ആയപ്പോഴത്തേക്ക് എന്തെങ്കിലും അപാകത ഉണ്ടെന്നുള്ള ഡൗട്ടായിരുന്നു കേട്ടോ എനിക്ക്. ഞാൻ പിന്നെ ക്രോക്സ് വൈറ്റ് ആക്കി എടുത്തിട്ടോ. പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അച്ഛനും എന്നെ ട്രോളി. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഇറങ്ങിയിട്ടാ. ഇനി ഇവിടുത്തെ അഞ്ചര വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഞ്ചിന് അവനെ വെയിറ്റ് ചെയ്യണേട്ടാ. അവൾ വന്ന പാടെ എൻ്റെ അടുത്ത് പറഞ്ഞത്, പൊഞ്ചേച്ചി ഇത് എന്താണ് ചുണ്ടിൽ ഒരു ലോഡ് ലിപ്സ്റ്റിക് ഉണ്ടല്ലോ എന്നാണ് ആദ്യമേ പറഞ്ഞത്. പിന്നെ കുറച്ചങ്ങ് തൂത്ത് കളഞ്ഞിട്ടാ. എനിക്കിപ്പോൾ ലിപ്സ്റ്റിക്കിലെ പ്രാന്താണ് കേട്ടോ. നേരത്തെ ലിപ്സ്റ്റിക് ഇടേ ഇല്ലാത്ത ഒരാളായിരുന്നു, പക്ഷേ ഇപ്പോൾ ലിപ്സ്റ്റിക് ഇടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നേരെ കടയിലേക്ക് പോണേ കേട്ടോ. എനിക്കാണെങ്കിൽ ഇന്ന് പുടവ എടുക്കാൻ പോണേ കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, എൻ്റെ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവരവിടെ നിന്ന് എത്തുന്നേ ഉള്ളൂ. ഞങ്ങളിവിടെ അതുകൊണ്ട് ആദ്യമേ തന്നെ പോത്തീസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇനി കുറച്ച് നേരം കറങ്ങി നടക്കണം. അവരെ വിളിച്ചപ്പോഴത്തേക്ക് അവർ എത്തുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ കറങ്ങി നടന്ന സമയത്ത് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളിവിടെ ഫ്രണ്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ അവരുടെ അടുത്തേക്ക് പോയിട്ട് അവരെയും കൂട്ടി നേരെ സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ആദ്യമേ തന്നെ സാരിയാണ് ഞങ്ങൾ നോക്കാൻ പോയത്. അവിടുത്തെ പോലെ തന്നെ ഒരു 10-20 സാരിയെങ്കിലും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഞാനും ചേച്ചിയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കളക്ഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയാണെങ്കിൽ ഞാൻ ഗ്രീനും കളറൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ സാരികളും ഞാൻ എടുത്തിട്ട് അവസാനം ഞാൻ 2-3 സാരികൾ മാത്രം ചൂസ് ചെയ്തിട്ട് അത് മാത്രം ട്രയൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെയാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ആടി സെയിലിൻ്റെ ആയതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റാഫും തന്നെ നല്ല ബിസി ആയിരുന്നു കേട്ടോ. അവസാനം ഞാൻ ഇതിൽ ഏത് സാരിയാണ് ചൂസ് ചെയ്തതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ പുടവയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് അടുത്ത ഓരോ സാരി ആയിട്ട് ചൂസ് ചെയ്യണം കേട്ടോ. എനിക്ക് മാത്രം ഒരു 4 സാരി എടുക്കണം. എനിക്ക് റിസപ്ഷൻ സാരി, വെഡ്ഡിങ് സാരി, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള സാരികളെല്ലാം എടുത്ത് അവസാനം 5 മണിയായിട്ട് ഷോപ്പിംഗ് തീരാതെ ആയപ്പോഴത്തേക്ക് ഞാൻ 5 പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 6 മണിയൊക്കെ കഴിഞ്ഞിട്ടോ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഇനി നേരെ വീട്ടിലേക്ക് പോകണം. അപ്പം ടാറ്റാ.